എല്ലാവർക്കും നമസ്കാരം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത് എന്നതിന്റെ നടപടിക്രമങ്ങൾ. എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? ആരാണിത് ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? വാരുങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ഭരണഘടന, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, എപ്പോഴും സ്ഥിരമായി ഒരു മാറ്റവുമില്ലാതെ നിൽക്കേണ്ട ഒന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങളും സാഹചര്യങ്ങളുമെല്ലാം മാറും. അപ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തിനും ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതല്ലേ? അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. വളരെ ലളിതമായി പറഞ്ഞാൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പുതിയവ കൂട്ടിച്ചേർക്കുക, അതുമല്ലെങ്കിൽ കാലഹരണപ്പെട്ടവയെ എടുത്തുമാറ്റുക. ഈയൊരു ഔദ്യോഗിക പ്രക്രിയയെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഭേദഗതി ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ആർക്കാണ് ഈ ഭേദഗതി വരുത്താനുള്ള അധികാരം? ഇത്രയും പ്രധാനപ്പെട്ടൊരു അധികാരം ആരുടെ കയ്യിലാണ് നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ പോയിന്റ് പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം ഇന്ത്യയുടെ പാർലമെന്റിന് മാത്രമാണ്. ഒന്നുകൂടി ഓർക്കുക, സംസ്ഥാന നിയമസഭകൾക്ക് ഒരു ഭരണഘടനാ ഭേദഗതി തുടങ്ങിവെക്കാൻ അധികാരം ഇല്ല. ആ അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഈ അധികാരത്തിന് ഒരു ഭരണഘടനാപരമായ അടിസ്ഥാനമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 20-ലെ ആർട്ടിക്കിൾ 368. ഈ ആർട്ടിക്കിളാണ് ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തമായി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം: ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിലാണോ ഭേദഗതി ചെയ്യുന്നത്? ഉത്തരം അല്ല എന്നാണ്. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. മാറ്റം വരുത്തേണ്ട ഭാഗം ഏതാണോ അതനുസരിച്ച് ഈ പ്രൊസീജിയറും മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈപ്പിലേക്ക് കടക്കാം. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അതായത് പാർലമെന്റിൽ ഒരു സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് ഭേദഗതി വരുത്തുന്നത്. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ മെജോറിറ്റി? ശ്രദ്ധിച്ചു കേൾക്കണം. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആ സഭയിൽ അന്ന് ഹാജരുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങളില്ലേ, അവരുടെ 50% കൂടുതൽ, അതായത് പകുതിയിൽ കൂടുതൽ പേർ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത് ഈ രീതിയിലാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പുതിയ സംസ്ഥാനമുണ്ടാക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേരോ അതിർത്തിയോ മാറ്റണം. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സിമ്പിൾ മെത്തേഡ് മതി. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇവിടെ നിന്നായിരിക്കും. ശ്രദ്ധിക്കുക. ഈ സിമ്പിൾ മെജോറിറ്റി വഴി നമ്മൾ ചെയ്യുന്ന ഭേദഗതികൾ ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 368-ന്റെ കീഴിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റായി കണക്കാക്കില്ല. ഇത് ആർട്ടിക്കിൾ 368-ന് പുറത്തുള്ളൊരു കാര്യമാണ്. ഇത് ഉറപ്പായും ഓർത്തുവെക്കണം. ശരി, അപ്പോൾ ആദ്യത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. ഇതാണ് ആർട്ടിക്കിൾ 368 പ്രകാരം വരുന്ന പ്രധാനപ്പെട്ട ഭേദഗതി രീതി. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. ഈ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കാര്യം വരുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഓർക്കണം, ഈ 2 കണ്ടീഷനും ഒരുമിച്ച് ശരിയാവണം. ഒന്നാമത്തെ കണ്ടീഷൻ, ആ സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ പേരുടെ പിന്തുണ വേണം. രണ്ടാമത്തെ കണ്ടീഷൻ, അവിടെ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 പേരുടെ ഭൂരിപക്ഷം വേണം. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം കിട്ടിയാൽ പോരാ, രണ്ടും ഒരുമിച്ച് ഒരേ സമയം പാലിക്കപ്പെടണം. ഇത് പരീക്ഷയിൽ ചോദിച്ച് തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. നമ്മുടെ ഭരണഘടനയിലെ ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും, ഇപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഭേദഗതി ചെയ്യുന്നത് ഈ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചാണ്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ, അതായത് ഏറ്റവും കടുപ്പമേറിയ ഭേദഗതി രീതി ഏതാണെന്ന് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പാർലമെന്റ് മാത്രം പോരാ, സംസ്ഥാനങ്ങൾക്കും ഒരു റോളുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും കടുപ്പമുള്ള ഒരു രീതി? നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യാനാണിത് ഉപയോഗിക്കുന്നത്. എന്താണ് ഫെഡറൽ സ്ട്രക്ചർ? സിമ്പിളായി പറഞ്ഞാൽ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാരങ്ങൾ പങ്കുവയ്ക്കുന്ന ആ ഒരു സംവിധാനം. ആ സംവിധാനത്തെ ബാധിക്കുന്ന എന്ത് മാറ്റം വരുത്തണമെങ്കിലും ഈ രീതി വേണം. ഫെഡറൽ സ്ട്രക്ചർ, ഈ വാക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ പ്രൊസീജിയറിന് 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പാർലമെന്റിലെ 2 സഭകളിലും സ്പെഷ്യൽ മെജോറിറ്റിയോടെ ബിൽ പാസ്സാക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് സംസ്ഥാനങ്ങളിലേക്ക് പോകും.
അവിടെ നിന്ന് സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. ഇതിനെയാണ് നമ്മൾ റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു ട്വിസ്റ്റുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിക്കണോ? വേണ്ട. അതാണ് പോയിന്റ്. കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ അംഗീകരിച്ചാൽ മതി. അവർക്കത് ഒരു സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് അംഗീകരിക്കാം. എല്ലാ സംസ്ഥാനങ്ങളും വേണ്ട, പകുതി മതി. ഇപ്പോൾ ഉദാഹരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ, പിന്നെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം, ഇതെല്ലാം നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ടുതന്നെ ഇതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പുകളും വിശദമായിട്ട് നോക്കി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. റിവിഷൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴിയാണിത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. കണ്ടില്ലേ? ടൈപ്പ് 1ന് വേണ്ടത് സിമ്പിൾ മെജോറിറ്റി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അത് ആർട്ടിക്കിൾ 368ന് പുറത്താണ്. ഇനി ടൈപ്പ് 2 നോക്കൂ. അതിനു വേണ്ടത് സ്പെഷ്യൽ മെജോറിറ്റി. ഇതാണ് ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് രീതി. അവസാനമായി ടൈപ്പ് 3. അവിടെ സ്പെഷ്യൽ മെജോറിറ്റിയുടെ കൂടെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. എന്തിനാണത്? നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കണ്ടില്ലേ, എത്ര സിമ്പിളാണ്. ശരി, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. പോകുന്നതിന് മുൻപ് ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി നോക്കാം. ഇതൊരു ക്വിക്ക് റിവിഷനാണ്. ഈ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഒന്നാമതായി, ഭേദഗതി ചെയ്യാൻ 3 തരം പ്രൊസീജിയറുകളുണ്ട്. 2, ഇതിൽ 2 എണ്ണം മാത്രമേ ആർട്ടിക്കിൾ 368ന് കീഴിൽ വരുന്നുള്ളൂ. ഏതാണത്? സ്പെഷ്യൽ മെജോറിറ്റി ഉള്ളവ. മൂന്നാമത്തെ പോയിന്റ്, സിമ്പിൾ മെജോറിറ്റി വഴിയുള്ള ഭേദഗതികൾ ആർട്ടിക്കിൾ 368ന്റെ പരിധിയിൽ വരില്ല. 4, സംസ്ഥാനങ്ങളുടെ അംഗീകാരം എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുമ്പോൾ. അവസാനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ പാസായി വന്നാൽ രാഷ്ട്രപതി അതിന് നിർബന്ധമായും അനുമതി നൽകണം. ഓക്കെ, അപ്പോ ഭേദഗതി ചെയ്യാനുള്ള 3 വഴികൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു ഭേദഗതി ബില്ലിന്റെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മുതൽ അതൊരു നിയമമായി മാറുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങൾ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിന്റെ യാത്ര ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1, ബിൽ പാർലമെന്റിലെ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. സ്റ്റെപ്പ് 2, ഓരോ സഭയും അത് പ്രത്യേകമായി പാസാക്കണം. സ്റ്റെപ്പ് 3, ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം നേടണം. സ്റ്റെപ്പ് 4, അവസാനമായി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ ഒരു മന്ത്രി തന്നെ വേണമെന്നില്ല. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരു സാധാരണ അംഗത്തിനും, അതായത് ഒരു പ്രൈവറ്റ് മെമ്പർക്കും ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന പോയിന്റാണിത്. ഒരു കൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. സാധാരണയായി മണി ബില്ലുകൾക്കൊക്കെ ഇത് ആവശ്യമാണ്, പക്ഷേ ഈ ബില്ലിന് അതിന്റെ ആവശ്യമില്ല. ഇത് ഒരുപക്ഷെ ഈ നടപടിക്രമത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റാണ്. സാധാരണ ബില്ലുകളുടെ കാര്യത്തിൽ ലോക്സഭയും രാജ്യസഭയും തമ്മിലൊരു തർക്കം വന്നാൽ ഒരു സംയുക്ത സമ്മേളനം, അതായത് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർത്ത് ഭൂരിപക്ഷത്തോടെ പാസാക്കാം. എന്നാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. 2 സഭകളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആവശ്യമായ ഭൂരിപക്ഷത്തോടെ പാസാക്കിയേ മതിയാവൂ. ഇനി ബില്ലിന്റെ യാത്രയിലെ അവസാന ഘട്ടം, രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇവിടെ രാഷ്ട്രപതിക്ക് അധികം റോളില്ല. ഇരുസഭകളും പാസാക്കി അയക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലിൽ ഒപ്പുവെക്കുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. ആ ബില്ല് തടഞ്ഞുവെക്കാനോ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞ് തിരിച്ചയക്കാനോ അദ്ദേഹത്തിന് അധികാരമില്ല. പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാൻ ഇത്രയധികം അധികാരമുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്കെന്തും ചെയ്യാമെന്നാണോ? ആ അധികാരത്തിന് എന്തെങ്കിലും പരിധികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമുക്ക് ആ പരിധി എന്താണെന്ന് നോക്കാം. നമ്മൾ കണ്ടതുപോലെ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യാനുള്ള അധികാരം വളരെ വലുതാണ്. പക്ഷേ ആ അധികാരം ഒരിക്കലും പരിധിയില്ലാത്തൊന്നല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി അതിനും ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിനെയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ എന്ന് പറയുന്നത്. സുപ്രീംകോടതിയുടെ ചരിത്രപരമായ ഒരു വിധി പ്രകാരം പാർലമെന്റിന് ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താം. പക്ഷേ ആ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെയോ അതിന്റെ ആത്മാവിനെയോ തകർക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഇതാണ് പാർലമെന്റിന്റെ അധികാരത്തിന് മുകളിലുള്ള ഏറ്റവും വലിയ നിയന്ത്രണം. ഈ ഒരു വാചകം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും സംഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയം കാഠിന്യമുള്ളതും എന്നാൽ അയവുള്ളതുമാണ്. ചില കാര്യങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിലൂടെ വളരെ എളുപ്പത്തിൽ മാറ്റാം. എന്നാൽ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റണമെങ്കിൽ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുകയാണ്. എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ചില ഭാഗങ്ങളും
എന്നാൽ മാറ്റാൻ വളരെ പ്രയാസമുള്ള അടിസ്ഥാന തത്വങ്ങളും. ഈ ഒരു സന്തുലിതാവസ്ഥ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കാലത്തിനനുസരിച്ച് പ്രസക്തി നഷ്ടപ്പെടാതെ ഒരു ജീവിക്കുന്ന പ്രമാണമായി നിലനിർത്തുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ് പ്രൊസീജിയറിനെക്കുറിച്ചുള്ള ഒരു വിമർശനാത്മക വിലയിരുത്തൽ. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വിശകലനത്തിൽ കവർ ചെയ്യാൻ പോകുന്നത് നോക്കിയാലോ? ഭേദഗതി നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ? പിന്നെ പാർലമെന്റിന്റെ പങ്ക്, സ്റ്റേറ്റ്സിന്റെ പരിമിതമായ അധികാരം, ഒരേ സമയം വളരെ കർക്കശവും എന്നാൽ അയവുള്ളതുമായൊരു സ്വഭാവം, പിന്നെ പൊതുജനങ്ങൾക്ക് ഇതിലെന്തെങ്കിലും റോളുണ്ടോ എന്നത്. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രധാന പോയിന്റുകൾ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കും. ശരി, നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയാറുണ്ട്, അല്ലേ? അതിനെ അങ്ങനെ നിലനിർത്തുന്ന ഈ അമെൻമെന്റ് പ്രൊസീജിയർ എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ നേരിടുന്നത്? ഇതൊരു വല്ലാത്തൊരു വൈരുദ്ധ്യം തന്നെയല്ലേ? ഒരു ഭരണഘടനയെ കാലത്തിനനുസരിച്ച് മാറ്റാൻ സഹായിക്കുന്ന അതേ പ്രക്രിയ എന്തുകൊണ്ട് സ്വയം ഒരു പ്രശ്നമായി മാറുന്നു? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഓക്കേ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട വിമർശനത്തിലേക്ക് കടക്കാം. ഇത് പാർലമെന്റിന് നൽകിയിരിക്കുന്ന അളവിൽ കവിഞ്ഞ അധികാരത്തെക്കുറിച്ചാണ്. ഇതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം, നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ഒന്നാമത്തെ പോയിന്റ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ ഏകദേശം പൂർണ്ണമായ അധികാരവും പാർലമെന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി, ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി മാത്രമായി ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മുടെ രാജ്യത്തില്ല. രണ്ടാമത്, ഒരു ഭേദഗതി ബിൽ കൊണ്ടുവരാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്. പിന്നെ ഇത് ചെയ്യുന്ന രീതി ഒരു സാധാരണ നിയമം പാസാക്കുന്നതിന് തുല്യമാണ്. ഇത് അതിന്റെ ഗൗരവം കുറക്കുന്നു എന്നും വിമർശകർ പറയാറുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന വിമർശനം എന്താണെന്ന് നോക്കാം. ഈ സുപ്രധാനമായ പ്രക്രിയയിൽ സ്റ്റേറ്റ്സിന്, അതായത് സംസ്ഥാനങ്ങൾക്ക്, വളരെ പരിമിതമായൊരു പങ്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് സംസ്ഥാനങ്ങൾക്ക് അധികാരം കുറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് പ്രധാന വിമർശനം. അപ്പോൾ എന്തൊക്കെയാണ് ആ പരിമിതികൾ? ഒന്നാമതായി, സ്റ്റേറ്റ്സിന് ഒരു ഭേദഗതി തുടങ്ങിവെക്കാനേ പറ്റില്ല. ഇനി വളരെ കുറച്ചു വിഷയങ്ങളിൽ മാത്രമേ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായി വരുന്നുള്ളൂ. പോരാത്തതിന് ഒരു ഭേദഗതിയെ അംഗീകരിക്കാനോ നിരാകരിക്കാനോ സംസ്ഥാനങ്ങൾക്ക് ഒരു നിശ്ചിത സമയപരിധിയും ഭരണഘടന നൽകുന്നില്ല. അടുത്തത് വളരെ രസകരമായ ഒരു പാരഡോക്സ് എന്ന് തന്നെ പറയാവുന്ന ഒരു ക്രിറ്റിസിസമാണ്. നമ്മുടെ ഭേദഗതി നടപടിക്രമം ഒരേ സമയം വളരെ എളുപ്പമുള്ളതും എന്നാൽ ചില സമയങ്ങളിൽ വളരെ പ്രയാസമേറിയതുമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ വിമർശനത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് ടു ഫ്ലെക്സിബിൾ ആണ്. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ 75 വർഷത്തിനിടെ 100-ലധികം ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഒരു സാധാരണ നിയമം പോലെ ഭരണഘടനയെ മാറ്റുന്നത് അതിന്റെ പവിത്രത കുറയ്ക്കുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. ഇനി മറുവശത്ത് നോക്കിയാലോ, ഇത് ടു റിജിഡാണ്. കാരണം പാർലമെന്റിന്റെ രണ്ട് സഭകളും തമ്മിൽ ഒരു ഭേദഗതിയുടെ പേരിൽ തർക്കമുണ്ടായാൽ ഒരു ജോയിന്റ് സിറ്റിംഗിന് വ്യവസ്ഥയില്ല. ഇത് എളുപ്പത്തിലൊരു ഡെഡ്ലോക്കിലേക്ക് നയിക്കാം. നമ്മുടെ അടുത്ത പോയിന്റ്, ഭേദഗതി പ്രക്രിയയിൽ സാധാരണ ജനങ്ങൾക്ക് ശബ്ദമില്ല എന്നതാണ്. ഭരണഘടനയെ മാറ്റുമ്പോൾ പൊതുജന പങ്കാളിത്തത്തിന് എവിടെയാണ് സ്ഥാനം? ഇതൊരു വലിയ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. റഫറൻഡം എന്ന് പറയുന്നൊരു സംഭവം, അതായത് ജനങ്ങളോട് നേരിട്ട് ഒരു വിഷയത്തിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നൊരു രീതി നമ്മുടെ അമെൻമെന്റ് പ്രൊസീജിയറിൽ എവിടെയുമില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് ഭരണഘടനാപരമായ മാറ്റങ്ങളിൽ ഇടപെടാൻ ഒരു അവസരവുമില്ല. ശരി, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുമിച്ച് ഓർത്തുവെക്കാം എന്ന് നോക്കാം, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പരീക്ഷയിലെ ഉത്തരങ്ങൾക്കായി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്? ഈ 5 പോയിന്റുകൾ നിങ്ങളുടെ മെയിൻസ് ആൻസറിനും പ്രിലിംസിനും വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അധികാരം പൂർണ്ണമായും പാർലമെന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇല്ല. 2, സ്റ്റേറ്റ്സിന്റെ പങ്ക് വളരെ പരിമിതമാണ്. ഇത് ഫെഡറൽ സ്ട്രക്ചറിനെ ദുർബലപ്പെടുത്തുന്നു. 3, നടപടിക്രമം ഒരേ സമയം ഫ്ലെക്സിബിളും റിജിഡുമാണ്. 4, റഫറൻഡം പോലുള്ള സംവിധാനങ്ങളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ അവസരമില്ല. അവസാനം, ചില അവ്യക്തമായ വ്യവസ്ഥകൾ കോടതിയും നിയമനിർമ്മാണ സഭയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു വിമർശനം മാത്രം പഠിച്ചാൽ പോരല്ലോ, ഒരു ബാലൻസ്ഡ് വ്യൂ വേണം. അതുകൊണ്ട് ഇതുകൂടി ശ്രദ്ധിക്കുക. KC വേയറിനെ പോലുള്ള പ്രമുഖർ നമ്മുടെ ഭേദഗതി നടപടിക്രമത്തെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ വഴക്കവും കാഠിന്യവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഇതിനെ ആകർഷകവും പ്രായോഗികവുമാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു രാജ്യം അതിന്റെ അടിസ്ഥാന നിയമം കാലത്തിനനുസരിച്ച് മാറ്റുകയും
എന്നാൽ അതിന്റെ ആ പവിത്രതയും സ്ഥിരതയും നിലനിർത്തുകയും ചെയ്യുന്നത്. ഈ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെ നമ്മളൊരു ലിവിംഗ് ഡോക്യുമെന്റ് എന്നാണല്ലോ പറയാറ്. എന്നുവെച്ചാൽ കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ മാറ്റങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റിയ 6 ഭേദഗതികളുണ്ട്. അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ പോകുന്നത് 4 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായ സമയത്തെ ആ അടിസ്ഥാന ഭേദഗതികളെപ്പറ്റി നമ്മൾ നോക്കും. പിന്നെ പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുണ്ടായ ആ ഒരു അധികാര തർക്കത്തിന്റെ കാലത്തേക്ക് പോകും. അതിനുശേഷം അടിയന്തരാവസ്ഥ സമയത്ത് വന്ന ഭേദഗതികൾ. അവസാനം ഇതെല്ലാം കൂടെ ചേർത്തുവെച്ച് ഒരു വിശകലനത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഭേദഗതികളുടെ ഒരു ടൈം ലൈൻ. കണ്ടില്ലേ? 1951 തുടങ്ങി 1978 അവസാനിക്കുന്ന ഒരു കാലഘട്ടം. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു ഓർഡർ മനസ്സിൽ വെച്ചാൽ ഓരോ ഭേദഗതിയും എന്തിനു വന്നു എന്നതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ശരി, നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ദ ഫൗണ്ടേഷണൽ അമെൻമെന്റ്സ്. അതായത് ഒരു പുതിയ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യ നേരിട്ട ആദ്യത്തെ കുറച്ച് വെല്ലുവിളികൾ. അതിനെ ഭരണഘടനാ ഭേദഗതികളിലൂടെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1951 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണഘടന നിലവിൽ വന്ന് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ഭേദഗതി വന്നു. ഇതിന്റെ പ്രധാന കാരണം ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ കോടതിയിൽ നിന്ന് ഒരുപാട് നിയമപ്രശ്നങ്ങൾ വന്നു. അത് മറികടക്കുക എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഈ ഭേദഗതി പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നാമതായി ആർട്ടിക്കിൾ 31A, 31B. ഇതിനോടൊപ്പം ഒരു പുതിയ സംഭവം, അതായത് 9ാം ഷെഡ്യൂൾ അങ്ങ് കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ ഒരു ഗുണമെന്താന്ന് വെച്ചാൽ ഈ ഷെഡ്യൂളിൽ വരുന്ന നിയമങ്ങളെ പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിച്ചു എന്ന പേരിൽ കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, അതിന്മേൽ ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അതായത് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഫസ്റ്റ് അമെൻമെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ടത് 9ാം ഷെഡ്യൂളാണ്. ചില നിയമങ്ങൾക്ക് ഒരുതരം നിയമപരിരക്ഷ നൽകുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത് നമ്മൾ പോകുന്നത് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1956 ഇതിന്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം. ആ ഒരു വലിയ മാറ്റം നടപ്പിലാക്കാനാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഈ ഭേദഗതി കാരണം ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി. പണ്ട് സംസ്ഥാനങ്ങളെ പാർട്ട് A, B, C, D എന്നിങ്ങനെ തരം തിരിച്ചിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കി. പകരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അതോടൊപ്പം ചില ഭരണപരമായ എളുപ്പത്തിനു വേണ്ടി ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണറാകാനും അതുപോലെ സംസ്ഥാനങ്ങൾക്കൊരു കോമൺ ഹൈക്കോർട്ട് വെക്കാനും ഈ ഭേദഗതി അനുവാദം നൽകി. അപ്പോൾ 7ാം ഭേദഗതിയെക്കുറിച്ച് ചോദിച്ചാൽ മനസ്സിൽ വരേണ്ട ഒറ്റ കാര്യം ഇതാണ്: സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ, അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കേ, ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ രസകരമായൊരു കാലഘട്ടമാണ്. ഒരു വശത്ത് പാർലമെന്റ്, മറുവശത്ത് ജുഡീഷ്യറി. ഇവർ തമ്മിൽ ഭരണഘടനയുടെ വ്യാഖ്യാനത്തെ ചൊല്ലി ഒരു വലിയ തർക്കം നടന്ന കാലം. ഈ സ്ലൈഡ് ആ തർക്കം വളരെ ലളിതമായി പറയുന്നുണ്ട്. പാർലമെന്റ് പറഞ്ഞത് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഭരണഘടനയുടെ ഏത് ഭാഗവും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ ഭേദഗതി ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്നാണ്. പക്ഷെ ജുഡീഷ്യറി പറഞ്ഞത് അങ്ങനെയല്ല, പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാവൽക്കാർ ഞങ്ങളാണ്, അതിനെ ഹനിക്കുന്ന ഒരു ഭേദഗതിയും അനുവദിക്കാൻ പറ്റില്ല എന്നാണ്. ഈയൊരു ക്ലാഷാണ് അടുത്ത 2 ഭേദഗതികളിലേക്ക് നയിച്ചത്. അപ്പോൾ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1971 വരാം. ഇത് ശരിക്കും പാർലമെന്റിന്റെ ഒരു തിരിച്ചടിയായിരുന്നു. ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യാൻ അധികാരമില്ല എന്ന്. ആ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് പാർലമെന്റ് ഈ ഭേദഗതി പാസാക്കിയത്. ഈ ഭേദഗതിയിലൂടെ പാർലമെന്റ് തങ്ങളുടെ അധികാരം ഒന്നുകൂടി ഉറപ്പിച്ചു. അവർ പറഞ്ഞു, ആർട്ടിക്കിൾ 368 പ്രകാരം ഞങ്ങൾ ചെയ്യുന്ന ഭേദഗതികൾ ആർട്ടിക്കിൾ 13 പറയുന്ന ലോ അല്ല. അതുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ഒരു ഭേദഗതി ബിൽ വന്നാൽ രാഷ്ട്രപതി അതിന് ഒപ്പിടണം എന്നതും നിർബന്ധമാക്കി. അതേ വർഷം തന്നെ അടുത്ത ഭേദഗതിയും വന്നു. 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1971. പാർലമെന്റിന്റെ അധികാരം സ്ഥാപിക്കാനുള്ള മറ്റൊരു നീക്കമായിരുന്നു ഇത്. ഇതിന്റെ പ്രധാന ഫോക്കസ് 2 എണ്ണമായിരുന്നു. ഒന്ന്, റൈറ്റ് ടു പ്രോപ്പർട്ടി. 2, ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
ഇതിലെ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കോമ്പൻസേഷൻ എന്ന വാക്ക് മാറ്റി എമൗണ്ട് എന്നാക്കി. ഇതിന്റെ അർത്ഥമെന്താ? സർക്കാർ ഒരു സ്വത്ത് ഏറ്റെടുക്കുമ്പോൾ കൊടുക്കുന്ന തുക മതിയോ ഇല്ലയോ എന്ന് ഇനി കോടതിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതോടൊപ്പം പുതിയൊരു ആർട്ടിക്കിൾ 31C കൊണ്ടുവന്നു. അതനുസരിച്ച് ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാനുള്ള നിയമങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ മുൻഗണന ലഭിച്ചു. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് കടക്കുകയാണ്: അടിയന്തരാവസ്ഥക്കാലം. ഇവിടെ 42ാം ഭേദഗതിയിലൂടെ പാർലമെന്റിന്റെ അധികാരം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നു. പിന്നീട് 44ാം ഭേദഗതിയിലൂടെ ആ മാറ്റങ്ങളെ തിരുത്താനും ശ്രമിക്കുന്നു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976 ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഭേദഗതി ഇതായിരിക്കും. അടിയന്തരാവസ്ഥ സമയത്താണിത് പാസാക്കുന്നത്. അത്രയധികം മാറ്റങ്ങൾ ഇത് ഭരണഘടനയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിലെ മാറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കൂ. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ ചേർത്തത് ഈ ഭേദഗതിയിലാണ്. പൗരന്മാർക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നു. എല്ലാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ പ്രാധാന്യം കൊടുത്തു. ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി ഈ 2 പോയിന്റുകൾ ഉറപ്പായും ഓർത്തുവയ്ക്കുക. 42ാം ഭേദഗതിയുടെ വിളിപ്പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ചേർത്തത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇത് സ്ഥിരം ചോദ്യമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റാണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978 കൊണ്ടുവരുന്നത്. ഇതിനെ ഒരു കറക്റ്റീവ് അമെൻമെന്റ് എന്ന് പറയാം. അതായത് 42nd അമെൻമെന്റ് വരുത്തിയ പല മാറ്റങ്ങളെയും തിരുത്താനുള്ളൊരു ശ്രമമായിരുന്നു ഇത്. ശരി, ഇത്രയും നേരം നമ്മൾ ഓരോ ഭേദഗതിയും തനിയായി നോക്കി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തുവെച്ച് വിശകലനം ചെയ്യാം. ഇത് പരീക്ഷയ്ക്ക് ഓർമ്മയിൽ വയ്ക്കാൻ നിങ്ങളെ ശരിക്കും സഹായിക്കാം. ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. 42ാം ഭേദഗതി വരുത്തിയ മാറ്റങ്ങളെ എങ്ങനെയാണ് 44ാം ഭേദഗതി തിരുത്തിയതെന്ന് നോക്കിക്കേ. ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കിയത് തിരിച്ച് 5 വർഷമാക്കി. റൈറ്റ് ടു പ്രോപ്പർട്ടി അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി പകരം ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റി, ആർട്ടിക്കിൾ 300A പ്രകാരം. പിന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന കാരണം പറഞ്ഞ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് മാറ്റി പകരം ആംഡ് റിബല്യൻ എന്നാക്കി. അത് കുറച്ചുകൂടി സ്ട്രിക്റ്റാക്കി. ഏറ്റവും പ്രധാനം, എമർജൻസി സമയത്ത് പോലും ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശങ്ങൾ റദ്ദാക്കാൻ പറ്റില്ല എന്നുറപ്പിച്ചു. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു ആകത്തുക എന്താണ്? അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള ഭേദഗതികൾ കൂടുതലും സാമൂഹിക പരിഷ്കാരങ്ങൾക്കായിരുന്നു ഊന്നൽ നൽകിയത്. എന്നാൽ അതിനുശേഷമുള്ള ഭേദഗതികൾ വ്യക്തിസ്വാതന്ത്ര്യം, അധികാര സന്തുലനം എന്നിവ വീണ്ടെടുക്കാനാണ് ശ്രമിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റിന്റെ അധികാരവും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്താനുള്ള നിരന്തരമായൊരു ശ്രമമായിരുന്നു ഇത്. നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്. ഭരണകൂടത്തിന്റെ അധികാരവും ഒരു സാധാരണ പൗരന്റെ സ്വാതന്ത്ര്യവും, ഇത് രണ്ടും തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള യാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഭേദഗതികളെല്ലാം ആ യാത്രയിലെ ഓരോ നാഴികക്കല്ലുകളാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി. നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അതൊരു ജീവനുള്ള രേഖയാണ് എന്ന് പറയാറുണ്ടല്ലേ? അപ്പോ കാലത്തിനനുസരിച്ച് അതെങ്ങനെയാണ് സ്വയം മാറുന്നത്? പുതിയ വെല്ലുവിളികളെ നേരിടാനും ജനങ്ങളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താനും അതെങ്ങനെയാണ് സ്വയം നവീകരിക്കുന്നത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ അടിമുടി മാറ്റിയ 7 സുപ്രധാന ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ്. ഉറപ്പായും നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. 1985 മുതൽ 2011 വരെയുള്ള ആ നിർണായകമായ 3 പതിറ്റാണ്ടുകൾ. ഈ കാലയളവിൽ നമ്മുടെ ഭരണഘടനയിൽ വന്ന ഓരോ മാറ്റവും, അത് രാഷ്ട്രീയ അസ്ഥിരതയാകട്ടെ, വിദ്യാഭ്യാസാവകാശമാകട്ടെ, അത്തരം ഓരോ വിഷയങ്ങളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ശരി, അപ്പോൾ നമുക്കാദ്യം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അതായത് രാഷ്ട്രീയത്തെ കുറച്ചുകൂടി സുതാര്യമാക്കുകയും സാധാരണക്കാരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാക്കുകയും ചെയ്ത ഭേദഗതികൾ. ഇതിനായിട്ട് നമുക്ക് നേരെ 1980കളിലേക്കൊന്ന് പോകാം. അക്കാലത്തുണ്ടായിരുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോ എന്തായിരുന്നു ആ പ്രതിസന്ധി? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൂറുമാറ്റം. അതിനെ നേരിടാനായി കൊണ്ടുവന്നൊരു നിയമമാണ് ദി 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1985.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ആ ഒരു പ്രശ്നത്തിനുള്ള ഭരണഘടനാപരമായ പരിഹാരമായിരുന്നു അത്. എന്തായിരുന്നു അക്കാലത്തെ ഒരു സാഹചര്യം? ജനപ്രതിനിധികൾ അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഒരു മുന്നറിയിപ്പുമില്ലാതെ പാർട്ടികൾ മാറും. ഇത് സർക്കാരുകളെ തുടർച്ചയായി അസ്ഥിരപ്പെടുത്തി. ആയാറാം ഗയാറാം എന്നൊരു പ്രയോഗം തന്നെ അക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സാധാരണമായി. ആളുകൾ വരുന്നു, പോകുന്നു. ഈ ഒരവസ്ഥയ്ക്ക് ഒരു അന്ത്യം കുറിക്കുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഭരണഘടനയിൽ ഒരു പുതിയ ഷെഡ്യൂൾ തന്നെ കൂട്ടിച്ചേർത്തു. അതാണ് 10th ഷെഡ്യൂൾ. നമ്മളിതിനെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും. കൂറുമാറ്റത്തിന്റെ പേരിൽ ഒരംഗത്തെ എങ്ങനെ അയോഗ്യനാക്കാം എന്നുള്ളതിന്റെ കൃത്യമായ കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പരീക്ഷകൾക്കിത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതോടൊപ്പം ആർട്ടിക്കിൾസ് 101, 102, 190, 191 എന്നിവയിലും മാറ്റങ്ങൾ വരുത്തി. പിന്നെ ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഒരംഗത്തെ അയോഗ്യനാക്കാനുള്ള അവസാന തീരുമാനമെടുക്കുന്നത് സഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ഭേദഗതിയിലേക്ക് പോകാം. ദ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1989. രാജ്യത്തെ യുവജനങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കിയ വളരെ ലളിതമായി തോന്നാമെങ്കിലും അതിശക്തമായൊരു മാറ്റമായിരുന്നു ഇത്. ആ മാറ്റം വളരെ സിമ്പിളായിരുന്നു. വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചു. പക്ഷേ ഇതിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ അവസരം കിട്ടി. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ സ്വാധീനിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഈ മാറ്റം വരുത്തിയത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്തുകൊണ്ടാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ഈ ആർട്ടിക്കിളിന്റെ നമ്പർ നിർബന്ധമായും ഓർത്തുവെക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഭരണത്തെ ഡൽഹിയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിച്ച ഭേദഗതികളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്തിയ നിർണായകമായ മാറ്റങ്ങൾ. അപ്പോ ആദ്യം നമുക്ക് ഡൽഹിയെക്കുറിച്ച് സംസാരിക്കാം. ദ 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1991. ഈ ഭേദഗതി രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ ഭരണ സംവിധാനത്തെയും അതിന്റെ പദവിയെയും അടിമുടി മാറ്റിമറിച്ചു. ഈ ഭേദഗതി പ്രകാരം ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന ഒരു പ്രത്യേക പദവി കിട്ടി. ഇതോടുകൂടി ഡൽഹിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭയും ഒരു മന്ത്രിസഭയും നിലവിൽ വന്നു. ഇതിനുവേണ്ടി ആർട്ടിക്കിൾ 239A അതുപോലെ ആർട്ടിക്കിൾ 239AB എന്നീ 2 പുതിയ ആർട്ടിക്കിളുകൾ ഭരണഘടനയിൽ ചേർത്തു. ഇത് പരീക്ഷകൾക്ക് വളരെ പ്രധാനമാണ്, നോട്ട് ചെയ്തു വെച്ചോളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്രമസമാധാനം, പോലീസ്, ഭൂമി എന്നീ 3 വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഡൽഹി നിയമസഭയ്ക്ക് നൽകിയില്ല. അടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭേദഗതിയാണ്. ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1992. ഗ്രാമീണ ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണത്തിന് അടിത്തറയിട്ട് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു ഇത്. അപ്പോ ഈ ഭേദഗതിയിലൂടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആദ്യമായൊരു ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു 3 തട്ടിലുള്ള പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. അതുമാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും അധികാരത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ സംവരണം ഏർപ്പെടുത്തി. ഇതുകൂടാതെ കൃത്യസമയത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും രൂപീകരിച്ചു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ സ്ലൈഡ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭേദഗതി ഭരണഘടനയിൽ പാർട്ട് 9 എന്ന പുതിയൊരു ഭാഗം കൂട്ടിച്ചേർത്തു. അതുപോലെ പഞ്ചായത്തുകൾക്ക് കൈകാര്യം ചെയ്യാനായി 29 വിഷയങ്ങൾ അടങ്ങുന്ന 11th ഷെഡ്യൂളും വന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഭേദഗതികളും ആർട്ടിക്കിൾ 243ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകൾ വന്നതുപോലെ നഗരങ്ങളിലും അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയ ഭേദഗതിയാണ് ദ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1992. 73ന്റെ ഒരു കൗണ്ടർ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 73ാം ഭേദഗതിക്ക് സമാനമായി തന്നെ ഈ ഭേദഗതി ഏർബൻ ലോക്കൽ ബോഡീസിന് ഭരണഘടനാപരമായ പദവി നൽകി. ഇതിനായി പാർട്ട് 9A എന്ന പുതിയൊരു ഭാഗവും നഗരസഭകൾക്ക് കൈകാര്യം ചെയ്യാൻ 18 വിഷയങ്ങളടങ്ങിയ 12th ഷെഡ്യൂളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇതും പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്.
ശരി, അപ്പോൾ ഈ 73ഉം 74ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇതെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 73ആം ഭേദഗതി ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തി രാജിനെക്കുറിച്ചാണെങ്കിൽ 74ആം ഭേദഗതി നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റികളെക്കുറിച്ചാണ്. ചേർത്ത പാർട്ടുകൾ യഥാക്രമം പാർട്ട് 9ഉം പാർട്ട് 9എയുമാണ്. ഷെഡ്യൂളുകൾ 11ഉം 12ഉം. വിഷയങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. പഞ്ചായത്തുകൾക്ക് 29 വിഷയങ്ങൾ, മുനിസിപ്പാലിറ്റികൾക്ക് 18. ഈ വ്യത്യാസങ്ങൾ ഓർത്തുവെക്കുക. ഇനി നമുക്ക് അവസാനത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ രാഷ്ട്രീയത്തെയും അധികാരത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതായത് കേവലം നിർദ്ദേശക തത്വങ്ങൾ മാത്രമായിരുന്ന ചില ആശയങ്ങളെ നിയമപരമായി ഉറപ്പുള്ള മൗലികാവകാശങ്ങളാക്കി മാറ്റിയ നിർണായക ഭേദഗതികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ദി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2002. ഇതിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അഥവാ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ ഒരു ഭേദഗതിക്ക് 3 മുഖങ്ങളുണ്ട്. ഒന്നാമതായി ആർട്ടിക്കിൾ 21A എന്ന പുതിയ ഒരു മൗലികാവകാശം കൂട്ടിച്ചേർത്തു. ഇത് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. രണ്ടാമതായി ആർട്ടിക്കിൾ 45ൽ മാറ്റം വരുത്തി 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും സ്റ്റേറ്റിന്റെ കടമയാക്കി. മൂന്നാമതായി ആർട്ടിക്കിൾ 51AK എന്ന പുതിയൊരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. ഇതനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയായി മാറി. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചയിലെ അവസാനത്തെ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2011. ഇത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം നൽകിയ ഭേദഗതിയാണ്. 86ആം ഭേദഗതി പോലെ തന്നെ ഇതും ഭരണഘടനയിൽ 3 തലങ്ങളിൽ മാറ്റം വരുത്തി. ഒന്നാമതായി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശത്തെ ആർട്ടിക്കിൾ 19(1)(c) പ്രകാരം ഒരു മൗലികാവകാശമാക്കി മാറ്റി. രണ്ടാമതായി സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആർട്ടിക്കിൾ 43B എന്ന പുതിയൊരു നിർദ്ദേശക തത്വം ചേർത്തു. അവസാനമായി പാർട്ട് 9B എന്ന പേരിൽ ഒരു പുതിയ ഭാഗം തന്നെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഈ 3 പോയിന്റുകളും പരീക്ഷകൾക്ക് വളരെ പ്രധാനമാണ്. ശരി, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഇതെല്ലാം എങ്ങനെ എളുപ്പത്തിൽ ഓർത്തുവെക്കാമെന്ന് നോക്കാം. ഒരു ക്വിക്ക് റിവിഷൻ അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഇതാ. ഈ പട്ടിക നോക്കൂ. നമ്മൾ ചർച്ച ചെയ്ത ഭേദഗതികളെ നമുക്ക് 3 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കായി 52ാമത്തെയും 61ാമത്തെയും ഭേദഗതികൾ, അധികാര വികേന്ദ്രീകരണത്തിനായി 69, 73, പിന്നെ 74 ഭേദഗതികൾ, സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾക്കായി 86, 97 ഭേദഗതികൾ. ഈ ഓരോ ഭേദഗതിയും വെറും നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ വളർച്ചയുടെയും പക്വതയുടെയും അടയാളങ്ങളാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഇന്നും നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ 6 ഭേദഗതികളെക്കുറിച്ചാണ്. 101 മുതൽ 106 വരെയുള്ള ഈ ഭേദഗതികൾ പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം സമ്പദ്വ്യവസ്ഥയെയും സാമൂഹ്യനീതിയെയും ബാധിച്ച 101 മുതൽ 103 വരെയുള്ള ഭേദഗതികൾ നോക്കാം. അതിനുശേഷം രാഷ്ട്രീയ പ്രാതിനിധ്യവും ഫെഡറലിസവുമായി ബന്ധപ്പെട്ട 104 മുതൽ 106 വരെയുള്ളവ. അവസാനം ഇതെല്ലാം കൂടി ചേർത്തുവച്ച് ഒരു താരതമ്യം. അത് നിങ്ങളുടെ റിവിഷന് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. 101, 102, 103 ഭേദഗതികൾ. ഇവ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നവയാണ്. ഇതിൽ ആദ്യത്തേത് 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2016. അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം? രാജ്യത്ത് ഒരൊറ്റ ടാക്സ് സിസ്റ്റം കൊണ്ടുവരിക, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST. ഇതിനുവേണ്ടി ഭരണഘടനയിൽ പുതിയതായി ആർട്ടിക്കിൾ 246A ഉൾപ്പെടുത്തി. ഇത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് നികുതി ചുമത്താനുള്ള അധികാരം നൽകി. അതോടൊപ്പം ഈ കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് തീരുമാനമെടുക്കാൻ ഒരു GST കൗൺസിലും രൂപീകരിച്ചു. പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പരോക്ഷ നികുതി സംവിധാനത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച് ഒരു ഏകീകൃത വിപണിയാക്കി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം.
ഇനി അടുത്തത് 102nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2018. ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് NCBCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുക എന്നതായിരുന്നു. ഇതിനായി ഭരണഘടനയിൽ ആർട്ടിക്കിൾ 338B എന്നൊരു പുതിയ ആർട്ടിക്കിൾ തന്നെ കൊണ്ടുവന്നു. അതോടൊപ്പം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് അഥവാ SCBCയെ നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ആർട്ടിക്കിൾ 342Aയും വന്നു. ഇവിടെ ഏറ്റവും നിർണായകമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതോടെ NCBCക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷനുകൾക്ക് തുല്യമായ പദവിയും അധികാരങ്ങളും ലഭിച്ചു എന്നതാണ്. ഇനി ഈ സെക്ഷനിലെ അവസാനത്തേത് 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2019. ഇതുവഴിയാണ് നമ്മളിന്ന് കാണുന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന്, അതായത് EWSന് 10% റിസർവേഷൻ വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലുമാണ് ഈ റിസർവേഷൻ നൽകുന്നത്. അതിനായി ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 എന്നിവ ഭേദഗതി ചെയ്തു. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, നിലവിലുള്ള SC/ST OBC സംവരണങ്ങൾക്ക് പുറമെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സാമ്പത്തിക മാനദണ്ഡം മാത്രം അടിസ്ഥാനമാക്കി ഒരു റിസർവേഷൻ വരുന്നത്. ഇത് സംവരണ നയങ്ങളിലെ ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ 3 കവർ ചെയ്തു. ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. രാഷ്ട്രീയ പ്രാതിനിധ്യം, ഫെഡറലിസം, ഈ വിഷയങ്ങളെ സ്പർശിക്കുന്ന 104 മുതൽ 106 വരെയുള്ള ഭേദഗതികൾ. ഇതിൽ ആദ്യത്തേത് 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2019. ഈ ഭേദഗതിക്ക് 2 പ്രധാന വശങ്ങളുണ്ട്. രണ്ടും എക്സാമിന് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായി, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ 10 വർഷത്തേക്കു കൂടി, അതായത് 2030 വരെ നീട്ടി. രണ്ടാമതായി, അതുവരെ നിലവിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നോമിനേഷൻ നിർത്തലാക്കി. അപ്പോൾ ഒരേ സമയം ഒരു റിസർവേഷൻ തുടരുകയും മറ്റൊന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ചുകൂടി പുതിയ ഒന്നാണ് 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2021. അപ്പോൾ 102ാം ഭേദഗതി വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണോ കേന്ദ്രത്തിനാണോ എന്ന കാര്യത്തിൽ. ഒരു സുപ്രീം കോടതി വിധി കൂടി വന്നതോടെ ഈ അവ്യക്തത കൂടി. ആ കൺഫ്യൂഷൻ പൂർണ്ണമായും മാറ്റാനാണ് ഈ ഭേദഗതി വന്നത്. ഇത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിന്റെ സ്വന്തം ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകി. ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭേദഗതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നതിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പുതിയതുമായ ഭേദഗതി 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2023. ഇത് നാരീശക്തി വന്ധൻ അധിനിയം എന്ന പേരിലും വളരെ പ്രശസ്തമാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% വിമൻസ് റിസർവേഷൻ ഉറപ്പാക്കുന്ന നിയമമാണിത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ഇത് ഉടനെ നടപ്പിലാകില്ല. അടുത്ത സെൻസസ് കഴിഞ്ഞ ശേഷം നടക്കുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ, അതായത് ഡിലിമിറ്റേഷൻ, പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ റിസർവേഷൻ പ്രാബല്യത്തിൽ വരൂ. ഈയൊരു കണ്ടീഷൻ പരീക്ഷയിൽ ചോദ്യമായി വരാൻ നല്ല സാധ്യതയുണ്ട്. ശരി, അപ്പോൾ നമ്മൾ 6 ഭേദഗതികളും വിശദമായി നോക്കി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം, അല്ലേ? എക്സാം ഹാളിൽ ഓർത്തെടുക്കാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോക്കൂ, 101ാമത്തേത് ഒരു ഇക്കണോമിക് റിഫോമാണ്, GST. പിന്നെ 102ഉം 103ഉം ഇത് രണ്ടും സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടതാണ്. NCBCക്ക് ഭരണഘടനാ പദവിയും EWS റിസർവേഷനും. അടുത്തത് 104ഉം 106ഉം പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. SC/ST റിസർവേഷൻ നീട്ടിയതും വുമൻസ് റിസർവേഷൻ കൊണ്ടുവന്നതും. ഇതിനിടയിൽ 105ാം ഭേദഗതി സംസ്ഥാനങ്ങളുടെ അധികാരമുറപ്പിച്ച് ഫെഡറലിസത്തിന് ശക്തിപ്പെടുത്തി. ഇങ്ങനെ തരംതിരിച്ച് ഓർത്തുവെച്ചാൽ പരീക്ഷയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ഈ 6 ഭേദഗതികളും പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക അധികാരങ്ങൾ, സാമൂഹ്യനീതി, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ തമ്മിലുള്ളൊരു ബന്ധം ഈ മാറ്റങ്ങളിലൂടെ എങ്ങനെയാണ് വെളിവാകുന്നത്? നിങ്ങളുടെ മെയിൻസ് പരീക്ഷയുടെ തയ്യാറെടുപ്പിന് ഈ ചോദ്യം തീർച്ചയായും ഉപകാരപ്പെടും.